ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇടിച്ചക്കേൻ്റെ ഉപ്പേരിയാണ്, അതായത് കുഞ്ഞു ചക്കേൻ്റെ ഉപ്പേരി. അപ്പോൾ ഞാൻ അരിയാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയുന്ന സമയത്ത് ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ നടുവിലുണ്ടാകുന്ന ഒരു കൂൺ പോലത്തെ സാധനമുണ്ട്. ഇത് നമ്മൾ അരിയരുത്. അതിൻ്റെ എന്താ പറയുക സൈഡിലുള്ള ഭാഗങ്ങളാണ് അരിയേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ നോക്കാം. സോ ഗൈസ്, ഉപ്പേരിയിലേക്കുള്ള തേങ്ങ ഞാനിവിടെ അരിച്ചേരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിച്ചക്കേൻ്റെ ഹാഫ് മാത്രം എടുക്കണതുകൊണ്ട് കുറച്ച് തേങ്ങ മതി കേട്ടോ. നമ്മൾ ഫുള്ള് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് തേങ്ങ വേണം. അപ്പോൾ നമ്മൾ പകുതി എടുത്തുകൊണ്ട് കുറച്ച് തേങ്ങ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക, ഒരു ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇടണം. കുറച്ച് കടുകും കൂടി ഇട്ടിട്ടുണ്ട്. സോ ഈ കടുക് പൊട്ടാൻ വേണ്ടി നമ്മൾ 1-2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, എന്നാലേ പെട്ടെന്ന് കടുക് പൊട്ടും. സോ ഗൈസ്, നമ്മൾ കടുക് പൊട്ടിയാണ്. ഇനി നമ്മൾ ഈ തേങ്ങ വെച്ചിരുന്ന പ്ലേറ്റിലേക്ക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ ചക്കേൻ്റെ ആ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ 2 കുഞ്ഞ് പച്ചമുളകും കൂടി അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കടുക് പൊട്ടി ചീഞ്ചട്ടിയിലോട്ട് ഇതിടുകയാണ് വേണ്ടത്. ഇതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ച് അമർത്തിങ്ങാണ്ട് വെച്ച് കൊടുക്കണം. എന്നാലത് നമുക്ക് വേഗം വെന്ത് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നല്ല അമർത്തി വെച്ചതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇത് വേവാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവാൻ വേണ്ടി കത്തിക്കണം. ഇത് വേവാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കും. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തുറക്കാം. സോ ഗൈസ്, നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ കരിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് കരിവേപ്പിലേൻ്റെ കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ വരുന്നേക്കും. ബൈ ബൈ.